Good afternoon. Good afternoon, ma'am. Good afternoon. Ma'am, English അല്ലേ? അല്ല. Okay, prayer. Good morning, ma'am. Good afternoon. Sorry, good afternoon. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. Today. Mrs. Aini. இருள் பரப்பில் ஈரன் முடியில் திங்கள் കളചൂടി പറന്നുയർന്നൊരു പൊന്നുറുമീരി പൊന്നായി നിന്നീനി. ഏഴിമലയിലെ ഏലമലയിലെ പീലി നീത്തും മയിലും പോലെ എൻ കനവിൽ കളിയാടുന്നു. തീരാമോഹം ഉടലാനവനെ ആരോ നീയാരോ. അലകടലൊളിയാരോ നീ കനലൊളിയഴകാരോ നീ. തിരയുടെ വരവാരോ കരയുടെ തികവാരോ. ഞൊടിയിടയുമൊരഴകി കരചിതറിയ വഴിയിൽ ഹൃദയോ സതിയോ കനവോ കതിരോ നിഴലോ നിധിയോ ഇനി നീ പറയൂ. Signing by Mega. Okay. Good afternoon to all. Good afternoon. Good afternoon, ma'am. Okay. Yes. Good afternoon, ma'am. ക്ലാസ്സിൽ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് കൂടി എടുക്കാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആരാന്ന് നോട്ട് ചെയ്തിരുന്നോ? ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആരാണ്? എഴുതിയോ? ഇല്ല. നോട്ട് ചെയ്യാം കേട്ടോ. എഡ്വാർഡ് ലീ തൊണ്ടേക്ക് ആണ് കേട്ടോ. എഡ്വാർഡ് ലീ തൊണ്ടേക്ക്. സ്പെല്ലിംഗ് EW നോട്ട് ചെയ്യാം. EDWARD.
Edward. EDWARD. Edward. Lee. LEE. Space ഇട്ട് എഴുതണം കേട്ടോ. Edward Lee. 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 Edward Lee. Thorndike. 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 Edward Lee Thorndike. എഴുതിയോ? മിസ് തോട്ട് പറയാൻ പറ്റുമോ? വേണ്ട, മാം പറയാം. ഒന്നും കൂടി പറയോ? സ്പെല്ലിംഗ് ശ്രദ്ധിച്ച്. മ്യൂട്ട് ചെയ്തേ. Edward. 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 Okay. Lee. LEE. Thorndike. 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 Edward Lee Thorndike. 1874 കേട്ടോ. യെസ്. ഇതൊരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കി വേറെ ഏതെങ്കിലും സമയത്ത് ഞാൻ ആ തിയറി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു തരാം കേട്ടോ. ഇപ്പൊ ചാപ്റ്റർ തീർക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് എടുക്കാനില്ല. എന്നിരുന്നാൽ പോലും അത് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് തന്നേക്കാം. ബിഹേവിയറിസ്റ്റ് തിയറിയിൽ വരുന്ന ഒരു തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞുള്ളൂ നമ്മൾ, അല്ലെ? ഓക്കെ. ഈ ഒരു പാരഗ്രാഫ് വളരെ എടുത്തിട്ടുള്ളൂ. Okay. The education psychology studies individual differences of students and devises special education programs for the students of exclusive needs. Special educators provide a continuity of services in which students with special needs receive varying degree of support based on their individual needs. Okay. നമ്മുടെ സൈക്കോളജി, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജി, അത് കുട്ടികളുടെ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഒരു മനഃശാസ്ത്ര ശാഖ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡ്സ്. എല്ലാ കുട്ടികളും ഒരേപോലെയല്ല, എല്ലാവരിലും എന്തുണ്ട് വ്യത്യസ്തമുള്ളതാണ്. എല്ലാ കുട്ടികളും നോർമൽ കുട്ടികളും അല്ല, അല്ലെ? അതായത് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് കൊടുക്കേണ്ട കുട്ടികളുണ്ട്. അതായത് അവരുടെ എക്സ്ക്ലൂസീവ് നീഡ്സ് മനസ്സിലാക്കിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് കൊടുക്കേണ്ട കുട്ടികളുണ്ട്. അതാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെ? സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സ്പെഷ്യൽ കാറ്റഗറീസ് വരുന്നു. അങ്ങനെയുള്ളവര് നമ്മുടെ നോർമൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എല്ലാം അവിടെ പഠിപ്പിക്കുന്നത്. അതായത് ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതില്ല, നമ്മൾ നോർമൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല. അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സ്പെഷ്യൽ അധ്യാപകരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. അതായത് കുട്ടികളുടെ വെറൈറ്റി ഓഫ് നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള നോളജ് കൊടുക്കാനായിട്ടല്ല, അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാനായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനാണ് നമ്മൾ എങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ആരൊക്കെയാണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് കൊടുക്കേണ്ട കുട്ടികൾ എന്ന് പറയുന്നത്? കോമൺ സ്പെഷ്യൽ നീഡ്സ് ഇൻക്ലൂഡ് ലേണിംഗ് ഡിസബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ്, ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആൻഡ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ്. ഓക്കെ. നമ്മൾ പറഞ്ഞ ഈ കാറ്റഗറിയിൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് വൈകല്യങ്ങൾ വരുന്നത്? അതൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അല്ലെ? വൈകല്യമുള്ള കുട്ടികള്, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, അതായത് സ്പീച്ച് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്, ഡിഫക്റ്റ് ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ. ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികള്, ഫിസിക്കൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികള്, അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികള്. ഇത്തരം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാറ്റഗറീസ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ. അങ്ങനെയുള്ളവർക്ക് നോർമൽ സൈക്കോളജി അല്ല, കുറച്ചും കൂടി എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രൊസീജിയർ കുറച്ചും കൂടി മെത്തേഡ്സുകൾ വ്യത്യാസമാണ്. അതായത് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന മാനസിക ശാസ്ത്രം വേറെയാണ്, അല്ലെ? നോർമൽ കുട്ടികളെ പോലെ അവരെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നോർമൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ്? അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും മാനസികമായ ശാരീരികമായ വൈകല്യങ്ങളുള്ള കുട്ടികളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കും വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് സൈക്കോളജിക്കൽ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. Students with these kind of special needs are likely to benefit from the additional education service, such as different path to teaching.
The use of technology is specifically suitable teaching area or a resource room. The Montessori method of education itself is a method which helps especially needed students to large extent as it is a method of based individual attention. Okay. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ എന്താണ് അഡീഷണൽ എഡ്യൂക്കേഷൻ സർവീസസ് കൊടുക്കുന്നത് ഇതേപോലെ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ളവർക്കാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മള് നോർമൽ ടീച്ചിങ് പോലെ അതിന്റെ ടീച്ചിങ് സ്റ്റൈൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലെ. നോർമൽ കുട്ടികളും ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതേപോലെ തന്നെ നമ്മളുടെ ടീച്ചിങ്ങിലും ആ ഡിഫറൻസ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാ കുറച്ചുകൂടി ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്മാർട്ട് ക്ലാസ് റൂംസ് തന്നെ വേണ്ടി നമുക്ക് പറയാം, അല്ലെങ്കിൽ അവർക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന അവർക്ക് സൂട്ടബിൾ ആവുന്ന ഒരു ടീച്ചിങ് ഏരിയയിൽ മാത്രമായിരിക്കും നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള റൂംസുകളായിരിക്കും അത്തരം വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് നമുക്കറിയാം കുട്ടികളുടെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് അല്ലെ. മാത്രമല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ പ്രത്യേകമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഓരോ കുട്ടികൾക്കും നമ്മൾ ഓൾറെഡി നമ്മളെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയാ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ മോണ്ടിസോറിയിൽ കൊടുക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് ഓരോ കുട്ടികൾക്കും എന്ത് കൊടുക്കുന്നുണ്ട് നമ്മള് അവരുടെ നീഡ് എന്താണോ അത് മാത്രമല്ല ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് ഓരോ കുട്ടികൾക്കും വ്യക്തിഗതമായിട്ടുള്ള ശ്രദ്ധ നമ്മളോട് ഓക്കെ യെസ് ആ ഒരു രീതിയിലാണ് കുട്ടികളിൽ പ്രത്യേകിച്ച് മോണ്ടിസോറി ക്ലാസ് റൂംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളാണ് കേട്ടോ. മനസ്സിലായോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്? Yes, ma'am. യെസ്, നിങ്ങളിവിടെ പോയിന്റ് ചെയ്യേണ്ടത് കോമൺ സ്പെഷ്യൽ നീഡ്സിൽ ഇപ്പൊ പറഞ്ഞ ഏതൊക്കെ ഡിസബിലിറ്റീസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലേണിംഗ് ഡിസബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ, ബിഹേവിയർ, ഫിസിക്കൽ ആൻഡ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് മനസ്സിലായോ? ഇപ്പൊ നോർമൽ കുട്ടികളെ പോലെയല്ല നമ്മള് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൈകാര്യം ചെയ്യേണ്ടത് ആ ഒരു സൈക്കോളജി വേറെയാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് നോളജുകൾ നമുക്ക് വേണം. പ്രത്യേകിച്ച് അവർക്ക് മെന്റലി സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ, ഫിസിക്കൽ അവരെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള അറ്റൻഷൻസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രധാന നേച്ചർ എന്താണ്, അതിലെന്താണ് ഉൾപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് അല്ലെ. സൈക്കോളജിയുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇസ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് ദി സബ്ജക്ട് ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ അപ്ലൈഡ് ബ്രാഞ്ച് ആണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം കേട്ടോ, മറന്നു പോയല്ലോ. ഓക്കെ യെസ്, അപ്പൊ ഇതിന്റെ നേച്ചറിനെ നമ്മൾ 5 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നേച്ചറിനെ 5 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആദ്യത്തെ നേച്ചറിൽ വരുന്ന എന്താണ് ലേണർ, the learning experience, learning process, learning situation or environment, and the teacher. Okay. നോക്കാം ആരാണ് ലേണർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ വരികളുടെ അർത്ഥം പറഞ്ഞു പോകുന്നില്ല കേട്ടോ, എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നതെന്ന് പറയുന്നുള്ളൂ. കാരണം സമയത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. പറഞ്ഞല്ലോ നമുക്ക് 7ാം തീയതി എക്സാം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ എങ്ങനെയാണ് ഇങ്ങനെ ബാലൻസ് വന്നതെന്ന് നമുക്കറിയാം അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ ഇത് നേരത്തെ എടുത്ത് പോകേണ്ട ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ എന്നാൽ പോലും വളരെ ബ്രീഫ് ചെയ്ത് പറയാണ് കേട്ടോ. യെസ്, ലേണർ എന്ന് പറഞ്ഞ ആരാണ്? പഠിതാവാണ് അല്ലെ. പഠിപ്പിക്കുന്ന കുട്ടിയാണ് ലേണർ. യെസ്, ദ സബ്ജക്ട് മാറ്റർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി is united around the learner. Therefore, the need of knowing the learner and the techniques of knowing him. The topic includes the innate abilities, the capacities of the individuals, individual differences and their measurements, the overt, covered, conscious as well as senseless behavior of the learner, the characteristics of his growth and development, and each stage beginning from childhood to adulthood. Okay, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് പഠിതാവിനെയാണ്, ഈ ലേണർ നമ്മുടെ കുട്ടീനെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഓക്കെ യെസ്, മാത്രമല്ല അവരുടെ ചുറ്റുപാട്, അതായത് നൈറ്റഡ് അറൗണ്ട് ലേണർ എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക്, അതായത് അവന്റെ ടോട്ടൽ ബിഹേവിയറിനെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ അക്കാദമിക് ഫീൽഡ് മാത്രമല്ല, നമ്മുടെ ആളുടെ ബിഹേവിയറൽ സയൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, മാത്രമല്ല അവനെ എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടീനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നൊന്നും എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്.
മാത്രമല്ല എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഈ ലേണറെ മനസ്സിലാക്കാൻ പറഞ്ഞ ഒരു കുട്ടിയെ വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരു കുട്ടിയെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്? അവന് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ കപ്പാസിറ്റീസ് ഉണ്ട്, അവനൊരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അവന്റെ ഡിഫറൻസ് ആയിട്ടുള്ള ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇതിനുള്ള മെഷർമെന്റ്, അതായത് പല കുട്ടികളും വ്യക്തിത്വ വ്യത്യാസമായിരിക്കും അല്ലെ, ഒരേ പേഴ്സണാലിറ്റി ആണോ എല്ലാ കുട്ടികളും? അല്ല, അവരുടെ മെഷർമെന്റിന് വ്യത്യാസമുണ്ട്, അല്ല. സ്വഭാവത്തിന്റെ അളവില് പല വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് മാം. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ മെഷർമെന്റ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതേപോലെ എന്താണ് ഓവർ കവേർഡ് കോൺഷ്യസ് ആസ് വെൽ ആസ് സെൻസ്ലെസ് ബിഹേവിയർ ആണ്. ഓവർ കവേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അവർക്ക് പ്രത്യക്ഷമായ സ്വഭാവമുണ്ട് അല്ലെ, രണ്ട് സ്വഭാവങ്ങളുണ്ട് കുട്ടികൾക്ക്. ക്ലാസ്സിൽ വേറൊരു സ്വഭാവം ടീച്ചേഴ്സിനോടും, അല്ലാതെ ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് വേറൊരു സ്വഭാവം കാണിക്കാറുണ്ട്. ഓക്കെ, പ്രത്യക്ഷത്തിലും അപ്രത്യക്ഷത്തിലും രണ്ട് സ്വഭാവം കുട്ടികൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ കാണിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അതാണ് ഓവേർട്ട് ആൻഡ് കവേർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് അവർക്ക് കോൺഷ്യസ് ആസ് വെൽ ആസ് സെൻസ്ലെസ് ബിഹേവിയർ ഓഫ് ദ ലേണർ. എന്താണ് ഒരു കോൺഷ്യസ് ബിഹേവിയർ കൂടി അവർക്കുണ്ട്. എന്താണ് കോൺഷ്യസ് ബിഹേവിയർ എന്ന് പറയുന്നത്? ഒരു രഹസ്യ സ്വഭാവമുണ്ട്. നമ്മൾ നേരിട്ടും അല്ലാതെയും കാണുന്നതല്ലാതെ കുട്ടികൾക്കുള്ളിൽ മറ്റൊരു സ്വഭാവം ഒടുങ്ങിയിരിക്കുന്നുണ്ട്. അതിനെയാണ് ഒരു രഹസ്യ സ്വഭാവം കോൺഷ്യസ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് സ്പെസിഫിക് സിറ്റുവേഷൻസിൽ മാത്രമേ പുറത്തു വരുള്ളൂ അല്ലെ. പ്രത്യേകിച്ച് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് എക്സാം ടൈമിൽ, അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കള്ളത്തരമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ സമയം, അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുന്ന ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്യുമ്പോൾ, ഇത്തരം സമയത്തൊക്കെയാണ് രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ കളവ് പോലുള്ള അത്തരം കുട്ടികളുടെ ചെറിയൊരു ബിഹേവിയർ ഉണ്ട് അല്ലെ. എന്തെങ്കിലും പേനയോ പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അത്തരം റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് കുട്ടി അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം കാണിക്കാറുണ്ട്. കുട്ടി അങ്ങനെ എന്തോ ഹൈഡ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, കുട്ടീനെ മനസ്സിലാക്കുക, ലേണറിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അവന്റെ പലവിധ സ്വഭാവങ്ങൾ ഉണ്ടാക്കി അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി the characteristics of his growth and development at each stage begin from childhood to adulthood. കുട്ടിയുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ആ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പീരീഡ് നമ്മൾ ആ സ്റ്റേജസ് ഒക്കെ പഠിച്ചാണ് അല്ലെ. ആ സ്റ്റേജസിലെല്ലാം കുട്ടികളുടെ എന്താണ് ഒരേ സവിശേഷതയാണോ ഓരോ സ്റ്റേജിലും വരുന്നത്? ഒരേ സവിശേഷതകൾ തന്നെയാണോ, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ഓരോ സ്റ്റേജിലും? അല്ല, വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളിലൂടെയാണ് കുട്ടിയില് ഗ്രോത്തും ഡെവലപ്മെന്റ്സ് ഒക്കെ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേജിലൊക്കെ ഉണ്ടാവുന്ന എന്തെല്ലാം വ്യതിയാനങ്ങൾ, എന്തൊക്കെ വേരിയേഷൻസ് കുട്ടിയിൽ സംഭവിക്കുന്നുണ്ടെന്ന് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള മൊത്തം ബിഹേവിയറിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റീസ് നമ്മൾ അധ്യാപകർക്ക് ഉണ്ടായിരിക്കും. അവന്റെ കപ്പാസിറ്റി എന്താണ്, അവരിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസിലുള്ള മെഷർമെന്റ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് പെട്ടെന്ന് ടോപ്പിക് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും, നമ്മൾ കുറെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ വേരിയേഷൻസ് പലതുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ പ്രത്യക്ഷത്തിൽ വേറൊരു സ്വഭാവം, ടീച്ചർ ഇല്ലാത്ത സമയത്ത് വേറൊരു സ്വഭാവം, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ബിഹേവിയർ കാണിക്കുന്ന കുട്ടികൾ. അതോടൊപ്പം തന്നെ എന്താണ് അത്തരം ഒരു കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് അധ്യാപകനെ തിരിച്ചറിയാൻ പറ്റണം. അത് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, അതായത് കുട്ടിയുടെ മൈൻഡ് ഉൾപ്പെടെ അവൻ എപ്പോ എങ്ങനെ ഏത് സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കണം. ഓക്കെ, അതാണ് ഒരു ടീച്ചറിന്റെ ഏറ്റവും വലിയ വിജയം. നമ്മളെ എന്ത് കണ്ടന്റ്സ് പഠിപ്പിക്കുന്നതെന്നല്ല, കുട്ടിയെ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതാണ് തന്നെയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫസ്റ്റ് നേച്ചർ തന്നെയാണ്. ഓക്കെ, പഠിതാവിനെ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്, ഇപ്പൊ കുട്ടിയെ നമ്മൾ തിരിച്ചറിഞ്ഞു അവൻ എങ്ങനെ എപ്പോഴെങ്ങനെയൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് അവന്റെ എബിലിറ്റീസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റണം, നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും അല്ലെ. Education psychology helps in determining what learning experience are desirable at what stage of the growth and development of learner, so that these experience can be acquired with a greater ease and satisfaction. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പഠനാനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എപ്പോഴും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം. ഓക്കെ, ഒരിക്കലും കുട്ടികളെ അവർ സാറ്റിസ്ഫൈഡ് ആവാത്ത രീതിയിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നല്ല ക്ലാസ്സിൽ നിന്നുള്ള ഒരു അനുഭവമാണ് ആ കുട്ടിക്ക് ചിലപ്പോ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. പക്ഷെ ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ രീതി, ടീച്ചർ അവിടെ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്, ചിലപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും അല്ലെ. അപ്പൊ
നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടിക്ക്. പഠനത്തിൽ നിന്നുള്ള അനുഭവം എങ്ങനെയായിരിക്കും? ഗുഡാണ് അല്ലെ, നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് കുഞ്ഞിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളെ എന്ത് കൂടുന്നു, പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടിയാണ് അവിടെ. കാരണം ടീച്ചർ നല്ല അത്രയും സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തു തരുന്നത്. അതായത് ഓരോ കുട്ടികളുടെ ഇൻഡിവിജ്വാലിറ്റി എല്ലാം മനസ്സിലാക്കി ഓരോരുത്തരുടെ കപ്പാസിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ടീച്ചർ ആ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിയുടെ ആദ്യം ലേണറിനെ മനസ്സിലാക്കിയതിനു ശേഷം ആ ലേണർ ഏതൊക്കെ രീതിയിൽ, അതായത് കുട്ടി എങ്ങനെയൊക്കെ പഠിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ, ലേണിംഗ് പ്രോസസ്. ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ നല്ലൊരു പ്രോസസ്സിൽ കൂടി പോകണം അല്ലെ. വെറുതെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ? ഇല്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് ഏതാണെന്ന് വിചാരിക്കണം, ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റണം. അതായത് കുട്ടികൾ എങ്ങനെയാണ്, ഏത് ഭാഗം ഏത് രീതിയിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ലേണിംഗ് പ്രോസസ് എങ്ങനെയായിരിക്കണം? ആഫ്റ്റർ നോയിങ് ദ ലേണർ ആൻഡ് ഡിസൈഡിങ് വാട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ടു ബി പ്രൊവൈഡ്. നമ്മൾ ആദ്യം ലേണറിനെ മനസ്സിലാക്കി, ആൾക്ക് എന്ത് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണമെന്ന് മനസ്സിലാക്കി എന്താണ് വേണ്ടത്? Education psychology moves on the laws, principles and other theories of learning. നമ്മൾ ഓൾറെഡി കുറെ തിയറീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ലേണിംഗ് തിയറീസുകൾ, ബിഹേവിയർ തിയറീസ്, പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, മെത്തേഡ്സ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ ഇതിലേതാണ് ആപ്റ്റ് ആയിട്ടുള്ളത് അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തിയറീസ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സ്, നമ്മുടെ പഠനം, നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഏത് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ലേണിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, യെസ്. Other items in learning process are remembering and forgetting, perceiving, concept formation, thinking and reasoning, problem solving, transfer of learning, ways and means of efficient learning. അപ്പൊ ഇതെല്ലാം തന്നെ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാവുന്ന ലേണിംഗ് പ്രോസസ്സുകളാണ്. അതായത് പല രീതിയിലുള്ള ടെക്നിക്സ് ഓൾറെഡി നമ്മൾ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓൾറെഡി പ്രോബ്ലം സോൾവിങ്ങിനെ പറ്റിയും കോൺസെപ്റ്റ് ഫോർമേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചപ്പോ ഏത് ഏരിയാസിലാണ് മെന്റൽ ഡെവലപ്മെന്റിന്റെ ഏരിയാസ് പഠിച്ച ഭാഗത്ത് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആശയ രൂപീകരണം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? അപ്പൊ ആ ഒരു മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്? കുട്ടിയിൽ തിങ്കിങ് കപ്പാസിറ്റി, റീസണിങ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ, ഓർമ്മയുടെ ഒക്കെ അല്ലെങ്കിൽ എന്താ പറയാ മെമ്മറി കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് ഒക്കെ എങ്ങനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരുപാട് തിയറീസ് ഓൾറെഡി നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ തിയറീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടെക്നിക്സുകളെല്ലാം തന്നെ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, ആ ഒരു മെത്തേഡ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് പോവേണ്ടത്. ഏതാണ് നിങ്ങൾ സൂട്ടബിൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണോ? ഈ ലേണിംഗ് പ്രോസസ്സസ് ഒക്കെ അണ്ടർലൈൻ ചെയ്യണോ? വേണ്ട, ഞാൻ പറയാം. നിങ്ങൾ ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ചോദിക്കുന്നത് 5 നേച്ചർ ഏതാണ്, 5ന്റെ പേര് മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും ചോദിക്കുന്നില്ല, ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഓക്കെ, പേരുകൾ ഓർത്ത് വെക്കാൻ, എന്നാൽ പോലും അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. നെറ്റ് ഇഷ്യൂസ് ഉണ്ടോ? നെറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നെറ്റ് ഉള്ളോട് തിരിക്കണേ, അത്യാവശ്യം റേഞ്ച് ഉള്ളോട് തിരിക്കാം. ഓക്കെ, അപ്പൊ ലേണിംഗ് പ്രോസസ് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ ഏത് തരം ടെക്നിക്സോ തിയറീസ് ആണോ പഠിച്ചിരിക്കുന്നത് അത് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, യെസ്, അത് തന്നെയാണ് അപ്ലൈഡ് സൈക്കോളജി. നമ്മൾ പഠിച്ച പ്യുവർ സൈക്കോളജിയിലെ കാര്യങ്ങളെല്ലാം തന്നെ തിയറീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഏത് ലേണിംഗ് സ്റ്റൈലാണോ നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്, നിങ്ങൾ പഠിച്ച മെത്തേഡ് ഏതാണ്, ഏത് ടീച്ചിങ് സ്റ്റൈൽ മെത്തേഡ്, ഏത് തിയറി ആണ്, അത് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്. നമ്മളെല്ലാവരും ഒരു ക്ലാസ് റൂമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ നമ്മുടെ ആ ഒരു ചുറ്റുപാട് എങ്ങനെയുള്ളതായിരിക്കണം, ലേണിംഗ് സിറ്റുവേഷൻ എങ്ങനെയുള്ളതായിരിക്കണം? കുട്ടികളുടെ കംഫർട്ടബിലിറ്റി ആണ് ഇവിടെ നോക്കേണ്ടത് അല്ലെ. ക്ലാസ് റൂം ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ഉൾപ്പെടെ എല്ലാം നല്ലതായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ മെന്റലി പ്രോസസ്സുകളാണ് ഇവിടെ കൈകാര്യം ചെയ്തല്ലേ, മാനസികമായിട്ടുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ്സ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ലേണിംഗ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ
കുട്ടികളുടെ ആ ചുറ്റുപാട് നോക്കിയാൽ അവരെപ്പോഴും കംഫർട്ടബിൾ ആയിരുന്നാൽ മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടികളുടെ ലേണിംഗ് എൻവയോൺമെന്റ് നല്ലതാവണമെങ്കിൽ നമ്മൾ അതിന് പറ്റിയുള്ള ടോപ്പിക്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അതും കൂടി ഇതിന്റെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. അപ്പൊ topics like classroom climate and group dynamic, techniques and aids that facilitate learning and evaluation, techniques and practice, guidance and counseling for the smooth functioning of the teaching learning process. അപ്പൊ നമ്മള് ഇവിടെ പലതരത്തിലുള്ള മെത്തേഡ്സുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. നല്ലൊരു ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പല രീതിയിലുള്ള, അതായത് കുട്ടികളെ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു ടോപ്പിക് അറിയാലോ, നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ. അവിടെ എന്താണ്, കുട്ടികളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് അല്ലെ. അവിടെ പല പല ചിന്തകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ടാസ്ക് ആണെങ്കിൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ് ആണ്, കുട്ടികളുടെ കോർപ്പറേഷൻസ് കൂടുതലായിരിക്കും ആ സമയത്ത് അല്ലെ. യെസ്, അതേപോലെ തന്നെ നമ്മൾ നല്ല എയ്ഡ് റിസോഴ്സുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ വീഡിയോ സഹിതം നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. വീഡിയോ ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂംസുകൾ ഉണ്ട്. കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു എൻവയോൺമെന്റ് അല്ലേ, ഇത് നല്ല സിറ്റുവേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി വീഡിയോസും അല്ലെങ്കിൽ ഓഡിയോസും കാണുന്ന സമയത്ത് കുട്ടികൾ കുറച്ചും കൂടി എളുപ്പമാണ് അത് പഠിക്കാനും ഇൻട്രസ്റ്റഡ് ആണ് കുട്ടികൾ. അതും കൂടി നമ്മളിവിടെ നോക്കണം. എൻവയോൺമെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് അവരുടെ ആ ഇരിക്കുന്ന ചുറ്റുപാട് മാത്രമല്ല, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ക്ലാസ് റൂം ഫെസിലിറ്റീസിന്റെ വ്യത്യാസമാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ശരിക്കും സ്മാർട്ട് ക്ലാസ് റൂമും നോർമൽ ക്ലാസ് റൂമും ഇവാലുവേറ്റ് ചെയ്തെന്ന് ശരിക്കും അറിയാൻ പറ്റും. നമ്മൾ നോർമലി ലെക്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. പക്ഷെ ഒരു വീഡിയോ കാണിച്ച് പഠിപ്പിക്കുമ്പോൾ എന്താണ്, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് എന്ത് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അതിന് പെട്ടെന്ന് ഉത്തരങ്ങൾ പറയും. ഓക്കെ, അതാണ് അതിന് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അതായത് കുട്ടികൾക്ക് വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാനായിട്ട്, അതായത് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൗൺസിലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഗൈഡൻസ് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നമ്മള് മാർഗനിർദ്ദേശം കൊടുക്കുകയാണ് അല്ലെ. എന്ത് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക്. അപ്പൊ അത് എന്തുമായി ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ് അല്ലെ. അതായത് കുട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ടോപ്പിക്സിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒന്ന് നല്ല ടെക്നിക്സിനെ കുറിച്ചിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അതായത് നമുക്ക് ഒരു ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് അതിൽ കൊണ്ടുവരാം. ഇപ്പൊ ഗൈഡൻസിന് പറ്റിയ ഒരു ടോപ്പിക് ഏതാണ് നല്ല ടോപ്പിക്, കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഏതാണ്? കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ഫുഡ് ഹാബിറ്റ്സിനെ, ഡെയിലി റുട്ടീൻസിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ നല്ല ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് എന്താണെങ്കിലും, അതായത് കുട്ടികളെ നേർവഴിക്ക് നടത്താൻ പറ്റുന്ന രീതി, എന്നാൽ അവർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ, അതുകൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒരുപാട് ടോപ്പിക്സ് എടുക്കുമെങ്കിലും കുട്ടികൾ അതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് കൂടെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ അത്തരത്തിലുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ടോപ്പിക്കുകളൊക്കെയാണ് ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മാർട്ട് ക്ലാസ് റൂംസ് അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പോലുള്ള മെത്തേഡ്സുകൾ, അല്ലെങ്കിൽ റോൾ പ്ലേ മെത്തേഡ്സ്, അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കേട്ടോ. റോൾ പ്ലേ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഒരുക്കുമ്പോൾ എന്താണ്, കുട്ടി കുറച്ചുകൂടി അതായത് മാനസികമായിട്ട്, ഫിസിക്കൽ ആയിട്ടുള്ള പ്രസൻസ് മാത്രമല്ല, മാനസികമായിട്ട് അവരെ പൂർണ്ണമായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. യെസ്, ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നല്ല ലേണിംഗ് സിറ്റുവേഷൻ ആയിരിക്കും, നല്ല ലേണിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏത് മെത്തേഡ് ഓഫ് ടൈം ടീച്ചിങ്, ഏത് ടോപ്പിക്സ് എടുക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എന്റെ കുട്ടികൾ എങ്ങനെയാണ്, കുട്ടികളുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് രീതി പഠിപ്പിക്കണമെന്ന് അറിയാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. യെസ്. നെക്സ്റ്റ് വൺ, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ അടുത്ത ഫാക്ടർ, മെയിൻ ഫാക്ടർ ആണ് ആര്? ദ ടീച്ചർ അല്ലെ. ടീച്ചർ ഈസ് എ പൊട്ടന്റ് ഫോഴ്സ് ഇൻ എനി സ്കീം ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. പൊട്ടന്റ് എന്ന് തന്നെയല്ല നിങ്ങളുടെ നേരെ കിടക്കുന്നത്, പൊട്ടന്റ് ഫോഴ്സ് എന്ന് തന്നെയാണോ? പൊട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായ എന്നുള്ളൊരു മീനിങ് കേട്ടോ. യെസ് അല്ലെ. ടീച്ചർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ പഠനാനുഭവത്തിൽ ഏറ്റവും മികച്ച ഒരു ബേസിക് ഫാക്ടർ ആണ് ആര്? അധ്യാപിക എന്ന് പറയുന്നത്, അധ്യാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.
നമ്മുടെ എല്ലാം അല്ലെങ്കിൽ ലൈഫിൽ ത്രൂ ഔട്ട് ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അധ്യാപകർ വഹിച്ചിട്ടുള്ള പങ്ക് സാരമല്ല അല്ലെ. പ്രത്യേകിച്ച് നമ്മളിൽ അറിവ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളിൽ പുതിയ പുതിയ അറിവുകളെ ഇതേപോലെ എന്താണ് എന്താ പറയാ പുതിയതിങ്ങനെ ഇംപ്രൂവ് ചെയ്ത് തരാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആരാണ് അധ്യാപകർ തന്നെ. അവര് പറഞ്ഞിരിക്കുന്ന അവർ തന്നിരുന്ന ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ അവർ തന്നിരുന്ന ടെക്നിക്സിലൂടെയൊക്കെയാണ് നമ്മളും പല അറിവുകൾ പഠിച്ചു വന്നത് അല്ലെ. അതേപോലെ തന്നെ അപ്പൊ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്കും ഒരു ക്വാളിറ്റീസ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, റോൾ ഓഫ് ദ ടീച്ചർ എന്ന് പറയുമ്പോ ഈ റോള് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കാപ്പബിലിറ്റീസും നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരുപാട് വെൽ നോളജ് ഉണ്ടായിരിക്കണം എന്നല്ല പറയുന്നത്. എന്താണ് പ്രത്യേകമായിട്ട് ഈ 5 മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാൻ അറിയണം. ഒന്ന്, നമ്മുടെ കുട്ടീനെ തിരിച്ചറിയണം. നല്ല രീതിയിലുള്ള ഒരു എന്ത് കൊടുക്കണം, ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റണം. ലേണിംഗ് പ്രോസസ്സ് നമുക്ക് നല്ലോണം തിരഞ്ഞെടുക്കാൻ പറ്റണം. നല്ലൊരു ലേണിംഗ് സിറ്റുവേഷൻ കുട്ടിക്ക് കൊടുക്കാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾ നല്ലൊരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റണം. നല്ലൊരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ക്ലാസ്സിൽ വേണ്ടത്. ഒരിക്കലും ഫിസിക്കൽ പ്രസൻസിനേക്കാൾ കൂടുതൽ ഇമോഷൻ അല്ലെങ്കിൽ മെന്റലി ഉള്ള ഒരു കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ ആണ് ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, അത് ഇതിലൂടെയാണ് പലവിധ ടെക്നിക്സിലൂടെ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, it indicates the need of knowing himself for a teacher to play his role properly in the process of education. എഡ്യൂക്കേഷൻ സമ്പ്രദായം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും മികവുറ്റ റോള് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്, അധ്യാപിക എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലെ. പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സുകള്, മോട്ടിവേഷൻസ്, ആൻസൈറ്റി, അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ടീച്ചിങ് ലൈഫിലാണെങ്കിലും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ഗോൾ എന്താണ്, കുട്ടികളെ പഠിപ്പിക്കുക, ഏറ്റവും മികച്ച രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഓക്കെ, അതിലേക്ക് എത്താനായിട്ട് നമ്മൾ എല്ലാ സോൺസിനും അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അതിനെല്ലാം നമ്മൾ മറികടക്കാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ മറികടന്ന് നമ്മളെ തന്നെ പോളിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, അതായത് പല രീതിയിലുള്ള ഇപ്പൊ എന്താ പറയാ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അധ്യാപകർ, ശരിയല്ലേ? കുട്ടികൾക്ക് വേണ്ടിയല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, കുട്ടികളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ അഡ്ജസ്റ്റഡ് ആകുന്നത്. ഓക്കെ, അവരുടെ ആദ്യത്തെ ആളിൽ പെരുക്കുകയാണെങ്കിൽ എന്താണ്, കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയാണ്, ഞാൻ അതിനൊപ്പം എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കണം എന്നൊരു മെന്റാലിറ്റി നമ്മളിൽ വരണം. ഓക്കെ, ആ ഒരു സമയത്താണ് യഥാർത്ഥ ടീച്ചറായി മാറുന്നത്. Okay. Yes. It throws lights on the essential personality traits, interest, aptitude, the characteristics of effective teaching, etc., so as to inspire him to become a successful teacher. Okay. അപ്പൊ നമുക്കൊരു സക്സസ്ഫുൾ ആയ ഒരു ടീച്ചറായി തീരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് വേണം, എന്തൊക്കെ വേണം? എസെൻഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടായിരിക്കും. എന്താണ് എസെൻഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത്? എസെൻഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ് നമ്മുടെ സ്വഭാവങ്ങളില് നോർമൽ കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവേണ്ടത്. പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷതകൾ അല്ലെ, എസെൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നല്ല എലമെന്റ്സുകളായിരിക്കും നമ്മുടെ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പേഴ്സണാലിറ്റിനെ പോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ആവരുത്. ഓക്കെ, എല്ലാവരെയും ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ക്ലാസ്സിലുണ്ട്, നിങ്ങളെല്ലാം വ്യത്യസ്ത പേഴ്സൺസ് ആണ്. പല പല സ്വഭാവ സവിശേഷതകളുള്ളവരാണ്, പല ഇൻട്രസ്റ്റ്, പല ആപ്റ്റിറ്റ്യൂഡ്, പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ അല്ലെ. അതെല്ലാം തന്നെ നമ്മുടെ ടീച്ചിങ്ങിൽ നമുക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെയായിരിക്കണം കൊണ്ടുവരേണ്ടത്? ഏറ്റവും നമ്മുടെ സവിശേഷതകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സവിശേഷത ഏതാണ്? കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നതായിരിക്കും, പക്ഷെ കുട്ടികളെ ശകാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉള്ളവരുണ്ടാവും. പക്ഷെ നമ്മളത് മാറ്റിയെടുക്കണ്ടേ? കുട്ടികളെ ശകാരിക്കേണ്ട അടുത്ത് നമ്മൾ ശകാരിക്കണ്ടേ? പണിഷ്മെന്റ് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കണം. നിങ്ങളുടെ ചിലപ്പോൾ അത് പോരായ്മയാണെങ്കിൽ എന്താണ്, നിങ്ങളത് മാറ്റണം. എനിക്ക് കുട്ടികളെ അങ്ങനെ മുഖത്ത് നോക്കി വഴക്ക് പറയാൻ പറ്റില്ല എന്ന ചിന്തകതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ ബാഡ് ഹാബിറ്റിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് ടീച്ചിങ് ഹാബിറ്റിൽ അത് പറ്റില്ല നമുക്ക് അല്ലെ. അത് മാറ്റേണ്ടതാണ്. മാറ്റണ്ടേ? എപ്പോഴും കുട്ടികളെ നോക്കി കോംപ്ലിമെന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, വെരി ഗുഡ് മോട്ടിവേഷൻസ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയോ? ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് നമുക്ക് വരെ, ചീത്ത പറയണം, പണിഷ്മെന്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളിൽ എന്തെങ്കിലുള്ള
ക്വാളിറ്റീസിലേക്ക് നമുക്ക് കുറച്ചും കൂടി പോളിഷ് ചെയ്യാൻ കൂടി പറ്റണം. ടീച്ചർ എന്ന് പറയുമ്പോൾ പോളിഷ് ചെയ്താണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ഗോളിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു അധ്യാപികയിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ സക്സസ്ഫുൾ ആയ അധ്യാപകരുടെ പുറകിൽ എന്തുണ്ടായിരിക്കും? കഷ്ടപ്പാടിൻ്റെതായിട്ടൊരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ കിടപ്പുണ്ടാവും അല്ലെ. അവിടെയാണ് നമ്മൾ ഏറ്റവും അഡ്ജസ്റ്റ്മെന്റ് ആൻസൈറ്റി എന്നൊരു പോയിന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ് അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാലോ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അല്ലെ. മനുഷ്യന്റെ സ്വഭാവം ആസ് എ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ പോലും എന്താണ് നമുക്കറിയാലേ, ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം പഠിക്കുന്നത് എന്താണ്? കുട്ടികളിലെ വ്യത്യസ്തത. അതിന് നമ്മളൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ടേമാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ ഒരു എവിടെ എത്തിച്ചേരണമെങ്കിൽ അല്ലെ, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയി ടീച്ചർ എന്നറിയാൻ സാധിക്കൂ. അതായത് കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഏതൊക്കെ അപ്രോച്ചസിലൂടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അന്നാണ് നമ്മൾ ഏറ്റവും നല്ലൊരു സക്സസ്ഫുൾ ആയ ടീച്ചർ നമുക്ക് വിലയിരുത്താൻ പറ്റും. മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിയും ഞാനൊരു നല്ല ടീച്ചറാണ്. നിങ്ങൾ ഇപ്പൊ ലുതിയാണെങ്കിലും ഹസ്നയാണെങ്കിലും രമ്യയാണെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റ് ഒരുപാട് സമയം എടുക്കുന്നിരിക്കും ചിലപ്പോ. ആ സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യും ഞാൻ നല്ലൊരു ടീച്ചർ ആണെന്ന്. അത് ഫീൽ ചെയ്യുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ എല്ലാവരിലും ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ തിരിച്ചറിയുക ആ ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ അത്രയും നാളത്തെ പഠനത്തിന് ശേഷം ഒരുപാട് കുട്ടികളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് മാറിപ്പോയിട്ടുണ്ടാവും. ഒരുപാട് ബാച്ചസ്, പല ടീച്ചേഴ്സ്, പല പാരന്റ്സ്, ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, ഇത് ഒരിക്കലും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പഠിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും, ഒരുപാട് വർഷങ്ങൾ എടുക്കും, ചിലപ്പോൾ മാസങ്ങളല്ല വർഷങ്ങൾ എടുക്കും. ഇതിന് പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു ടീച്ചിങ് സക്സസ്ഫുള്ളേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. സമയമെടുത്ത് നിങ്ങൾ എന്തായാലും എത്തിച്ചേരും. അങ്ങനെ ഒരു മൊമെന്റ് എല്ലാവരുടെ ലൈഫിലുണ്ട്. സത്യമാണ്, നിങ്ങൾ അതൊന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവും കേട്ടോ. അന്ന് ഓർക്കുക, ടീച്ചർ പറഞ്ഞ ശരിയാണെന്ന് അന്ന് ഓർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർക്കുക കേട്ടോ. യെസ്. അപ്പോ നോക്കൂ, നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ 5 പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് 5 കീ ഫാക്ടേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ 5 കീ ഫാക്ടേഴ്സ് ആണ് ആര്? The learner, the learning experience, learning process, learning situation or environment and teacher. 5 പേര് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അനിമോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലടോ? അപ്പൊ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 5 കാര്യങ്ങളുടെ വേറൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. So the entire scope of education situation, psychology is included in above mentioned 5 key factors. It may be further expanded by adding the following. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഫസ്റ്റ് എന്താണ് നമ്മൾ കീ ഫാക്ടറിൽ പഠിച്ചത്? ലേണറിനെ കുറിച്ചിട്ടാണ് അല്ലെ. യെസ്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. It studies human behavior in education situation. Psychology is the study of behavior and education deals with the alteration of behavior. Hence, education psychology provides the whole field of education. Okay. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് ഇവിടെ പറയുന്നുണ്ട്? എന്താണെന്നാണ് നമ്മൾ പറയുന്നത്? എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്നാണ് പഠിച്ചത്? ഹ്യൂമൻ ബിഹേവിയർ ആണ്. എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിലുള്ള ഹ്യൂമൻ ബിഹേവിയർ ആണ്. യെസ്. ഇവിടെ ഓൾട്ടറേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഡീൽസ് വിത്ത് ഓൾട്ടറേഷൻ ഓഫ് ബിഹേവിയർ. ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഓൾട്ടറേഷൻ ചെയ്യുന്നതിനാണ് നമ്മള് മാറ്റം വരുത്തുകയാണ് അല്ലെ. ഉള്ള ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾട്ടർ ചെയ്ത് ബിഹേവിയർ എന്ത് കൊണ്ടുവരുന്നുണ്ട്? ചേഞ്ചസ് കൊണ്ടുവരുന്നു. അതായത് എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ കുട്ടികളുടെ എന്ത് മാറ്റിയെടുക്കുന്നുണ്ട്? നമ്മള് ടോട്ടൽ ഹോൾ ബിഹേവിയർ, ഹോൾ പേഴ്സണാലിറ്റി, ഓൾ റൗണ്ട് പേഴ്സണാലിറ്റീസിലാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, യെസ്. അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? എന്ത് മനഃശാസ്ത്രം എന്ന രീതിയിലാണ് അർത്ഥമാക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ.
പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ ഒരു സ്കൂൾ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികളിലെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ്സിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ കൂടുതലായിട്ട് അതിന്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റഡീസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മറ്റെന്തുകൂടി നമ്മൾ പഠിക്കുന്നുണ്ട്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. എന്താണ്? കുട്ടിയുടെ വളർച്ചയും വികാസത്തെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. How a child passes through the various stages of growth and what are the characteristics of each stage are included in the study of education psychology. ഓക്കെ, നമുക്കറിയാം ഓരോ കുട്ടികളും ഓരോ സ്റ്റേജസിൽ അവന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്റ്റേജസിൽ പല ക്യാരക്ടറിസ്റ്റിക്സിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? നമ്മൾ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കുട്ടികളിൽ എന്തെല്ലാം വേരിയേഷൻ ആയിട്ടുള്ള ചേഞ്ചസ് അതിൽ സംഭവിക്കുന്നുണ്ട്? മാനസികമായും ശാരീരികമായിട്ട് കുട്ടികളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളുടെ കുട്ടികളിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനം കൂടിയാണെന്നിവിടെ അർത്ഥമാക്കും. കേട്ടോ, മനസ്സിലായോ? Then, to what extent hereditary and environment provide towards the growth of the individual, and how this knowledge can be made used for thinking about the optimum development of the child, form a salient features of the scope of education psychology. Okay, a point ഒന്ന് വായിച്ചു നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ്. ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രധാന സൈലന്റ് ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാന ഒരു ഘടകമായിട്ട് പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് ആണ്. എന്താണ്? വായിച്ചു നോക്ക് ഹസ്ന. ഹസ്ന വായിക്കുന്നില്ലേ? ക്ലിയർ അല്ല? ടെക്സ്റ്റിലെ മൂന്നാമത്തെ പോയിന്റ് വായിക്കേ. ഓക്കെ. ഒരു കുട്ടിയുടെ വികാസത്തിന് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഓർമ്മയുണ്ടോ? ഡെവലപ്മെന്റൽ ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്, പാരമ്പര്യവും പരിസ്ഥിതിയും അവന്റെ വളർച്ചയുടെ വികാസത്തെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ഒരു കുട്ടിയുടെ വളർച്ചയും വികാസത്തിനും അവന്റെ ഹെറിഡിറ്ററിയും എൻവയോൺമെന്റും ഒരേപോലെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ? അത് മാത്രമല്ല ഒരു കുട്ടിയുടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അതായത് അവന്റെ മൊത്തത്തിലുള്ള വികസനത്തിന്, മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് എന്താണ് പാരമ്പര്യവും ചുറ്റുപാടും ഒരേപോലെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അത് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ പ്രധാന ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു കുട്ടിയെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ അവന്റെ പാരമ്പര്യം എന്താണ്, അവൻ ഏത് ചുറ്റുപാടിൽ നിന്നാണ് ഉയർന്നു വന്നിരിക്കുന്നത്, ഓക്കെ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അവന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളിൽ നമ്മൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അധ്യാപിക അത് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. ഓക്കെ, അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഗ്രോത്തും ഡെവലപ്മെന്റും അവന്റെ ഏറ്റവും ബേസിക് ഫാക്ടേഴ്സ് ആണ്. ഈ ഗ്രോത്തും ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും കുട്ടീനെ സ്വാധീനിക്കുന്നില്ലേ? യെസ്, ഗ്രോത്തിനെ ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ആണ് എന്ത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കിളിലെ പ്രധാന ഫീച്ചേഴ്സ് അത് തന്നെയാണ്. എന്ത്? കുട്ടിയുടെ പാരമ്പര്യ പരിസ്ഥിതി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് കേട്ടോ. അവിടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല ഒരു കുട്ടിയുടെ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ്, അവന്റെ മൊത്തത്തിലുള്ള ആ ഒരു വികസനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവന്റെ പാരമ്പര്യ പരിസ്ഥിതി എങ്ങനെയാണെന്നുള്ളത് കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചും കൂടി അവനെ കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ ആ കുട്ടിയെ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ,
ഇതെല്ലാം വെറുതെ കേട്ടിരുന്നാൽ മതി കേട്ടോ. ഇതിൽ നിന്നൊന്നും ഒരു ചോദ്യങ്ങളും ഇല്ല കേട്ടോ. മനസ്സിലാക്കിയിരിക്കാം. ഞാൻ പറയുന്ന ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളവർക്ക് കേട്ടോ. Education psychology deals with the nature and development of the personality of an individual. ഈ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Education psychology deals with the nature and development of the personality of an individual. Okay. എന്താണ് അതിൽ പറയുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ്? It's the nature and development of the personality of an individual. എന്താണ് പറയുന്നത്? വ്യക്തിത്വത്തിന്റെ സ്വഭാവവും വികസനവും പഠിക്കുന്നു. ഒരു ഇൻഡിവിജ്വലിന്റെ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. വികസനത്തെ കുറിച്ചിട്ട് നേച്ചർ, അവരുടെ സ്വഭാവ സവിശേഷതകള്, പേഴ്സണാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന വികാസത്തെ, ഡെവലപ്മെന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന സവിശേഷതകളെ പഠിക്കാനും നിർവചിക്കാനും വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അവന്റെ പേഴ്സണാലിറ്റിയിൽ എന്തെല്ലാം തരത്തിലുള്ള ഡെവലപ്മെന്റ്സ്, വികസനം സംഭവിക്കുന്നുണ്ട്. അതായത് ഏറ്റവും സമഗ്രമായിട്ടുള്ള വികസനം നമ്മുടെ സ്വഭാവത്തിലാണ് സംഭവിക്കുന്നത് അല്ലെ. അതെല്ലാം മനസ്സിലാക്കി എടുക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളാണ് പ്രത്യേകിച്ച് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഓൾറൗണ്ട് ഡെവലപ്മെന്റ്സ്, അതായത് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന അവന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മാത്രമല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൾസോ ഇംപ്ലൈസ് ആസ് വെൽ അഡ്ജസ്റ്റ് പേഴ്സണാലിറ്റി. എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് the all-round development of the personality of an individual. Personality development also implies as a well-adjusted personality. നമ്മൾ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ കുട്ടിയുടെ പ്രധാന സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഈ മാറ്റത്തോടൊപ്പം തന്നെ നമ്മൾ അവനെ എന്താക്കി മാറ്റിയെടുക്കുന്നുണ്ട്? എ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആക്കുന്നുണ്ട്. എന്താണ് വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ഇവിടെ ക്രമീകരിച്ച എന്നുള്ളത് ഉദ്ദേശിച്ചാണ് കേട്ടോ. ക്രമീകരിച്ച എന്നൊരു മീനിങ്, അതായത് ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷത്തിന് നമ്മളൊരു ക്രമാനുസൃതമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്താ പറയാ, വ്യക്തിത്വത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രമമായിട്ട് രൂപപ്പെടുത്തുന്നു. അതായത് അവന്റെ സ്വഭാവ സവിശേഷത, ഒരു ഇൻഡിവിജ്വൽ ആണ് ആ കുട്ടി അല്ലെ. ആ കുട്ടീനെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും തോറും എന്താണ് അവന്റെ പേഴ്സണാലിറ്റി, അവന്റെ ഓരോ സ്റ്റേജ് കഴിയുന്നതനുസരിച്ച് അധ്യാപിക എന്താണ് പല പല നോളജുകൾ പറഞ്ഞു കൊടുക്കാനും പല മെത്തേഡ്സ് കൂടി അവനെ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് അവനെ എന്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? എന്താക്കി മാറ്റാൻ സാധിക്കുന്നു? വെൽ അഡ്ജസ്റ്റ് പേഴ്സണാലിറ്റി ആക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന എന്താണ്? ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടിയുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ കുട്ടിയിൽ ഉണ്ടാവുന്ന ആ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പൊ അവന്റെ മൊത്തത്തിൽ ആ നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ്സിനെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. പ്രത്യേകിച്ച് അധ്യാപകര് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക എന്ന് പറയുന്ന കാരണം എന്താണ്? നമ്മൾ ഓരോ വ്യക്തിത്വങ്ങളെയാണ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളെ, അതായത് പ്രത്യേകിച്ച് വെൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് അവരെ മാനസികമായിട്ട്, അവരെ മെന്റലി അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം കാപ്പബിലിറ്റീസും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രൊഫഷൻ അല്ല ഇത്. ബാക്കി പ്രൊഫഷനെ പോലെയല്ല ടീച്ചിങ് പ്രൊഫഷൻ. ഓക്കെ, നമ്മള് ചോദിക്കട്ടെ മിസ്സേ? അതെ, 7-ാം തീയതി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രം കേട്ടോ. അത് പിന്നെ നമുക്ക് എഴുതാൻ പറ്റും മിസ്സേ? ഇല്ല, നമുക്ക് പിന്നെ വേറെ എക്സാം ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ എഴുതിയില്ലെങ്കിൽ? എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതല്ല മിസ്സേ, വീട്ടിൽ അന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ്, ഒഴിച്ചു കൂടാൻ പറ്റില്ല, വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ തിരക്കിന്റെ ഇടയില് പറ്റില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല.
അപ്പൊ നമ്മൾ ഈ എക്സാം എഴുതിയില്ലെങ്കിൽ അത് ലാസ്റ്റ് എക്സാമിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരില്ലല്ലോ? എക്സാമില് ഇഷ്യൂസ് ഒന്നും വരില്ല. എനിക്ക് തോന്നുന്നു എക്സാമിന്റെ ഒരു മാർക്ക് ഷീറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ ചിലപ്പോ മാർക്ക് ഉണ്ടാവായിരിക്കില്ല. എനിക്കറിയില്ല എങ്ങനെയായിരുന്നു. ഇല്ലാന്ന് ടീച്ചർ പറഞ്ഞു നിങ്ങളോട്. ഇപ്പൊ ഒരു ഐശ്വര്യനോട് എഴുതണ്ടാന്ന് പറഞ്ഞു. ഐശ്വര്യ എന്തായാലും എത്തില്ല. ഓക്കെ, അപ്പൊ അത് വലിയ പ്രശ്നമില്ല. അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന എക്സാം അല്ലേ, പ്രശ്നം ഉണ്ടാവില്ല. കുഴപ്പമില്ല. അല്ല മിസ്സേ, സ്റ്റേറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും മിസ്സേ? വേറെ ക്ലാസ്സിന്റെ കൂടെ എഴുതാനേ വ്യത്യാസം ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമായിരിക്കും. നിങ്ങൾ പഠിപ്പിച്ച ഒരു മെത്തേഡ് ആയിരിക്കും വേറെ ടീച്ചേഴ്സ്. എത്താൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എക്സാം ഏതാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ പറ്റാത്തതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. എഴുതാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വേണ്ട, കുഴപ്പമില്ല. വേറെ ബാച്ചസിനോട് എക്സാം ഉണ്ടായിരിക്കും. പക്ഷെ അത് എഴുതുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം വേറൊരു രീതിയിലെ ടീച്ചിങ് സ്റ്റൈലിലായിരിക്കും ആ ക്ലാസ് പോയിരിക്കുന്നത്. വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞത്. ഓക്കെ മിസ്സേ, നമ്മുടെ ഈ ബാച്ചിൽ തന്നെ ചിലപ്പോ ഒരുപാട് ഒരു 10-15 പേര് കുട്ടികൾ എഴുതാത്തുണ്ടെങ്കിൽ അവർക്കായിട്ട് മാത്രം പിന്നെ ഒരു എക്സാം നടത്താൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ടേം എക്സാം കണ്ടക്ട് ചെയ്യില്ല. ഇല്ലല്ലേ? കുഴപ്പമില്ലടോ, ഓക്കെ. അത് വിട്ടേക്ക്. ഇനിയിപ്പോ എന്തായാലും എഴുതാൻ പറ്റില്ല. അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല പറയുമ്പോഴൊരു സങ്കടം ഉണ്ട്. പിന്നെ വേണമെങ്കിൽ പറ്റും സുജി. ഞാൻ ഏറ്റവും എളുപ്പമാണ് പറയാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമല്ല എക്സാം. എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം? എപ്പോഴാ? 2 to 3 തോന്നുന്നു മിസ്സേ. 2 to 3. ആ സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പോയി എപ്പോഴെങ്കിലും പോയി വാതിലടച്ചിട്ട് എക്സാം എഴുതാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കഴിയും. സത്യം, ഞാൻ പറയുന്നത് സത്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരു 10 മിനിറ്റ് പോലും വേണ്ട അത് എക്സാം എഴുതാൻ. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്. കേറി നോക്ക്. ലിങ്ക് വരുമ്പോ ഓപ്പൺ ആക്കി കേറി നോക്ക്. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കി. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു ഷുവർ ആണെങ്കിൽ അങ്ങ് അറ്റൻഡ് ചെയ്തിട്ട് പോകും. ഇത്രേ ഉള്ളൂ. എന്താന്നറിയാം മിസ്സേ, 5ഉം 6ഉം ഞങ്ങളുടെ നാട്ടിലെ പൂരാണ്. 7-ാം തീയതിയാണ് ഹൗസ് വാമിങ്ങിന് വരുന്നത്. 5-ാം തീയതി വീട്ടിൽ നിന്ന് വിരുന്നേര് വന്ന് പിന്നെ പോണെങ്കിൽ എല്ലാവരും സൺഡേ ആവും. ഓക്കെ, അങ്ങനെയാണ്. എനിക്കറിയില്ല. അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നോക്ക്, പറ്റുമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം മതി എക്സാം എഴുതാൻ. ഓക്കെ മിസ്. ഓക്കെ, ശരി. താങ്ക് യു. Then it studies individual difference. Every individual differs from every other individual. It is one of the basic facts of human nature which have been brought to light by education psychology. This one fact has revolutionized the concept and process of education. Okay. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന് അത്രയും പ്രാധാന്യം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും അല്ലെ. അതായത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയിൽ നിന്നും വ്യത്യസ്തനാണ്. അത് ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ് അല്ലെ. നമ്മളെല്ലാവരും ഒരേപോലെ അല്ല ഭൂമിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ ശരിയാണെങ്കിൽ പോലും നമ്മളുടെ പല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡില് ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വാചകമാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാണ് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ തന്നെ വന്നത്. ഓക്കെ, അതായത് കുട്ടികളിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാലഘട്ടം മുതലാണ് എന്ത് വന്നത്, എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള ഫീൽഡിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നത്. പ്രത്യേകിച്ച് സൈക്കോളജി എന്നൊരു സബ്ജക്റ്റിന് ഇത്ര പ്രാധാന്യം കൊടുക്കാൻ കാരണം ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന ഒരു കാറ്റഗറീസിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഓക്കെ, മാത്രമല്ല ഇൻഡിവിജ്വൽ ഡിഫറൻസ് നോക്കുമ്പോൾ നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് IQ അല്ലെ. ഓരോ കുട്ടികളിലും IQ വ്യത്യാസമാണ്. എന്താ പറയാ, IQ ഡെഫിനിഷൻ എന്തായിരുന്നോ? ഇന്റലിജന്റ് കോഷ്യന്റ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഇത്തരം വ്യത്യാസങ്ങളുള്ള തലമുറകളെയാണ്, ഇത്തരം വ്യത്യാസമുള്ള കുട്ടികളാണ്, അത്രയും കുട്ടികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ വ്യക്തി വ്യത്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഏറ്റവും മികച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. അതായത് എല്ലാ കുട്ടികളും ഒരേ കഴിവുള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലോകം എങ്ങനെയായി പോയനെ, ജീനിയസിനെ കൊണ്ട് തെങ്ങി നിറഞ്ഞാനെ അല്ലെ. യെസ്, അപ്പൊ ആ വ്യക്തി വ്യത്യാസം മനസ്സിലാക്കണം. ഓരോ കുട്ടികൾക്കും ഓരോ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, ഓരോ കാപ്പബിലിറ്റീസ് ഉണ്ട്, ഓരോ സ്കിൽ ഉണ്ട്, ഓരോ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഹോബീസ് ഉണ്ട്, എല്ലാം. ഇമോഷണലി തന്നെ അവർ വ്യത്യസ്തരാണ്. ഓക്കെ, ഇമോഷണലി തന്നെ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടം തുടങ്ങി എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്,
ഒരുപാട് മാറ്റങ്ങൾ സൈക്കോളജിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഇൻഡിവിജ്വൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ട തിയറീസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഹ്യൂമൻ നേച്ചറിന്റെ ഈ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി വ്യത്യാസത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ടെന്ന് സൈക്കോളജിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാത്തതുകൊണ്ട് അറിയാൻ പറ്റില്ല കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറികൾ പറയുന്നുണ്ട്. അതായത് മനുഷ്യനിലെ വ്യത്യസ്തത ഉണ്ടെന്നുള്ള കോൺസെപ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് മനസ്സിലാക്കിയില്ല കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ല. ഇറ്റ് സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. ദിസ് ഈസ് ഔട്ട്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എ ടീച്ചർ. നമ്മളിവിടെ നേച്ചർ ഇന്റലിജൻസിനെയും അതിന്റെ മെഷർമെന്റിനെ കുറിച്ച് പഠിക്കുന്നത്. എന്താണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്ററാക്ട് വിത്ത് നേച്ചർ. എന്താണ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്ററാക്ട് വിത്ത് നേച്ചർ എന്ന് പറയുന്നത്? അതാണ് നേച്ചർ ഇന്റലിജൻസ്. എന്താ പറയുന്നത്? പ്രകൃതി ബുദ്ധി അല്ലെങ്കിൽ പ്രകൃതി ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് നോട്ട് ചെയ്യാമോ? നോട്ട് ചെയ്യാമോ? എന്താണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് നോട്ട് ചെയ്തേ, എന്നിട്ട് വായിച്ചിട്ട് പറഞ്ഞോ എന്താണെന്ന്. നേച്ചർ ഇന്റലിജൻസ് ക്യാൻ റെഫേഴ്സ് ടു nature intelligence can refers to nature intelligence can refers to a person apostrophe s കേട്ടോ, a person's ability to person's ability to understand and interact with nature, interact with nature or world. Interact with the nature or world. WORLD, world. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, nature intelligence can refers to a person's ability to understand and interact with the nature or world. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയാൻ പറ്റും നമുക്ക്? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ. എന്താണ് അതിന് മലയാളത്തിൽ പറയുന്നത് നമ്മള്? പ്രകൃതി സ്നേഹമാണോ പറയുന്നത്? അതായത് പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ. യെസ്, ഒന്നുകൂടി പറഞ്ഞാൽ കിട്ടും. അതായത് പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയുമായിട്ട് കണക്ഷൻ ഉണ്ടായിട്ടില്ല. പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുക. അതായത് കുട്ടികൾക്ക് നേച്ചറായിട്ടൊരു അറ്റാച്ച്മെന്റ് വരുത്താൻ. ആണോ? പറ്റണോ? നേച്ചർ ഇന്റലിജൻസ് എന്തായിരിക്കും? അതവിടെ നിൽക്കട്ടെ കേട്ടോ. അത് നാളെ ഒന്ന് കണ്ടെത്തി കൊണ്ടുവരാം. നാളെ അല്ല, തേഴ്സ്ഡേ ഞാനായിരിക്കും എടുക്കുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സിൽ കയറണം. ഈ ചാപ്റ്റർ നമ്മളൊന്ന് തീർക്കും കേട്ടോ. തേഴ്സ്ഡേ എന്താണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് കണ്ടെത്തി കൊണ്ടുവരാം. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, അതാകെ സിമ്പിൾ. ലുതിയ എന്നെ കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. ബാക്കി എല്ലാവരും കണ്ടെത്തണം. ലുതിയെ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ തുടക്കം തന്നെ നേച്ചർ ഇന്റലിജൻസ് എന്താന്ന് പറയണം. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നേച്ചുറൽ ഇന്റലിജൻസ് എന്താണെന്നും ഇറ്റ്സ് മെഷർമെന്റ്സും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചർ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരിക്കും അത്. അപ്പൊ എന്താണെന്നൊന്ന് കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സമയമായല്ലേ? എന്തോ പറയല്ലേടോ, കഴിഞ്ഞില്ലടോ. ഞാൻ എക്സാം ഉള്ളതുകൊണ്ടാണ് ഓടി തീർക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലോ.
Provide guidance and counseling. Education is nothing but providing guidance to the growing child. In education psychology മറ്റൊരു എഡ്യൂക്കേഷൻ സൈക്കോളജി ശരിക്കും എന്താണ് മറ്റൊന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്? നേരത്തെ പറഞ്ഞു നമ്മള് നിർദ്ദേശങ്ങൾ കൊടുക്കും, മാർഗനിർദ്ദേശം. പ്രത്യേകിച്ച് എങ്ങനെയുള്ള കുട്ടികൾക്ക് ഗ്രോയിങ് ചൈൽഡ് അല്ലെ, വളർന്നു വരുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്സ് കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അത് കൊടുക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഇതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നേച്ചർ ഇന്റലിജൻസ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ കണ്ടെത്തിയിട്ട് വരാം. സമയം കഴിഞ്ഞിട്ട് വേറെ ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ ഒരു 45 വരെ എടുക്കാനേ സമയമില്ലാത്തതാണ് കേട്ടോ. ഇനിയുള്ളതെല്ലാവരും ക്ലാസ്സിൽ കയറണം. ഇനി പഠിക്കാൻ പോകുന്നത് അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് മെത്തേഡ്സ് ഒക്കെയാണ് കേട്ടോ. സൈക്കോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സും കാര്യങ്ങളുണ്ട്, ടെക്നിക്സ് ഏതൊക്കെയാണ് അത് ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. അതിൽ നമ്മൾ ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ്, ഒബ്സർവേഷൻ, സർവേ മെത്തേഡ് ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കും നല്ലത്. ഇൻട്രോസെപ്ഷൻ മെത്തേഡ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, എളുപ്പമാണ്, കുഴപ്പമില്ല. അറിയാത്തവർക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. റെക്കോർഡ് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഇത് കാണുന്നതായിരിക്കും നല്ലത്. ലൈവ് ക്ലാസ് കയറാൻ നോക്കുക കേട്ടോ. ഇപ്പൊ തേഴ്സ്ഡേ തീരുവാണെങ്കിൽ തേഴ്സ്ഡേ തന്നെ തീർക്കണം. എന്താണ് ഫ്രൈഡേ അശ്വതി മിസ്സിന് എന്തോ പോർഷൻ എടുക്കാനുണ്ട് നോക്കുക. ഓക്കെ, ഇംഗ്ലീഷ് എടുക്കാനുണ്ട്. അപ്പൊ ഫ്രൈഡേ എന്റെ ക്ലാസ് അശ്വതി എടുക്കും, വ്യാഴാഴ്ച അപർണയുടെ ക്ലാസ് ഞാനായിരിക്കും എടുക്കുന്നത് കേട്ടോ. അന്ന് തന്നെ മോക്ക് ടെസ്റ്റ് ഇടും. ആ മോക്ക് ടെസ്റ്റ് അന്ന് തന്നെ പഠിക്കാം കേട്ടോ. അന്ന് തന്നെ എന്തായാലും ഇടും കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഇടില്ല, അന്ന് തന്നെ വൈകിട്ട് എന്തായാലും വരും. 3:30-ക്കുള്ളിൽ 4 മണിക്കുള്ളിൽ എന്തായാലും മോക്ക് ടെസ്റ്റ് കിട്ടും. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഡി ആയി കഴിഞ്ഞു പരീക്ഷയുടെ. ഓക്കെ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് പറഞ്ഞു. പാർട്ട് 1 ഉം പാർട്ട് 2 ഒക്കെ ഒരുമിച്ചാവോ ക്വസ്റ്റ്യൻസ് ഇടാ? എക്സാമിന് എല്ലാതും കൂടി ഒരുമിച്ചാവോ? ഒരുമിച്ച് 50 മാർക്ക്. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ലേ, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് നമ്മുടെ ബാക്കി 40 മാർക്കിൽ ഡെവലപ്മെന്റും സൈക്കോളജിയും പിന്നെ നിങ്ങളുടെ ഹെൽത്ത് കെയർ ആ ഭാഗങ്ങളൊക്കെ വരും കേട്ടോ. സെപ്പറേറ്റ് ആവൂലേ? ഇല്ല, സെപ്പറേറ്റ് ഫൈനൽ എക്സാമിന് മാത്രമാണ് കേട്ടോ. ഓക്കെ മാം. എക്സാമ്പിൾ അതുകൊണ്ട് ഞാൻ സുജീനോട് പറഞ്ഞ എക്സാം എഴുതിക്കോളാൻ. എക്സാം ഈ സമയം മതി എഴുതി കഴിയാൻ. വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, പെട്ടെന്ന് കഴിയും. ഇതൊക്കെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ അത്ര സമയം വരാറുണ്ടോ? മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റിന് ഒരു 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ, അത്രേ ഒരു വ്യത്യാസമുള്ളൂ. ഞാൻ ആലോചിച്ച് സമയം എടുത്തൊക്കെ ഒന്ന് എഴുതാം. അത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെയാണ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. Thank you for your wonderful class. Thank you, everyone, for attending the class. Thank you. പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് എല്ലാവരും വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം, മോക്ക് ടെസ്റ്റും പഠിക്കാം. താങ്ക് യു മാം. Thank you, ma'am. Thank you.